കളകൾ പെരുകുന്നതായി സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ അവസാനം സമ്മതിച്ചു. വിളയെ നശിപ്പിച്ചു വളരുന്ന എത്രയോ CPM കളകളെക്കുറിച്ച് അറിയുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് ആ പ്രഖ്യാപനത്തിൽ ഒരു പുതുമയും തോന്നിയില്ല. ആലപ്പുഴയിൽ എത്തിയപ്പോൾ വയലാർ പുന്നപ്രയുടെ മണ്ണിൽ വളരുന്ന കളകളെ ഉടൻ പറിച്ചു നീക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കളകൾ നീക്കം ചെയ്യാൻ തിരക്ക് കൂട്ടുന്ന വേലക്കാരെക്കുറിച്ച് ഈശോ പറഞ്ഞ മനോഹരമായ ഒരു ഉപമ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലുണ്ട്. വയലിൽ നല്ല വിത്ത് വിതച്ചവനാണ് വയലുടമ. ആളുകൾ ഉറക്കമായപ്പോൾ ശത്രു വന്ന് കളകൾ വിതച്ചു. ചെടികൾ വളർന്ന് കതിരായപ്പോൾ കളകളും പ്രത്യക്ഷപ്പെട്ടു. വേലക്കാർ ചോദിച്ചു, ഞങ്ങൾ പോയി കളകൾ പറിച്ചു കളയട്ടെ? ഉടമ പറഞ്ഞു, വേണ്ട. കളകൾ പറിച്ചെടുക്കുമ്പോൾ അവയോടൊപ്പം നല്ല ചെടികളും പിഴുതു കളഞ്ഞെന്ന് വരും. കൊയ്ത്ത് വരെ രണ്ടും ഒന്നിച്ചു വളരട്ടെ. കൊയ്ത്തുകാരോട് ആദ്യം കളകൾ ശേഖരിച്ച് ചുട്ടുകളയാൻ പറയാം, ഉടമസ്ഥൻ പറഞ്ഞു. കളയും ചെടിയും തമ്മിൽ കൃത്യമായി തിരിച്ചറിയാൻ വേലക്കാർക്ക് കഴിയാതെ വന്നേക്കാം എന്നതുകൊണ്ടാണ് ഉടമസ്ഥൻ അങ്ങനെ പറഞ്ഞത്. കളയെന്ന് കരുതി നല്ല ചെടികൾ പിഴുതുകളയാൻ വേലക്കാർ ശ്രമിച്ചേക്കാം എന്ന സംശയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നോ ആവോ? ഇന്നത്തെ വേലക്കാരെ കുറിച്ച് അങ്ങനെയും സംശയിക്കണം. ചെടിയെ തിരിച്ചറിയുന്നത് ഫലത്തിൽ നിന്നാണെന്ന് ബൈബിളിലെ ഉടമസ്ഥൻ നൽകുന്ന വെളിച്ചം കാലാതീതമാണ്. എങ്കിൽ സമൂഹത്തിൽ ഗുണ്ടകളും മയക്കുമരുന്ന് കച്ചവടക്കാരും പീഡന വീരന്മാരും തട്ടിപ്പുകാരും കൈക്കൂലിക്കാരും പിടിച്ചുപറിക്കാരും വിദ്യാർത്ഥി ഗുണ്ടകളായി അധ്യാപകരുടെ കൈയും കാലും വെട്ടുന്നവരും കളയല്ലേ? എന്നാൽ ഇത്തരം കളകളെ അവഗണിച്ച് കളയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച വേലക്കാരനെ കളയാക്കാനുള്ള ചിത്രീകരണം നടക്കുന്ന കാലമാണിത്. ആലപ്പുഴയിൽ കായംകുളത്ത് എം.വി. ഗോവിന്ദൻ ഉദ്ദേശിച്ച കള ആലപ്പുഴയിലെ പാർട്ടി നേതാക്കളെ പലപ്പോഴും വിമർശിക്കുന്ന മുൻ മന്ത്രി ജി സുധാകരനാണെന്ന് BJP വ്യാഖ്യാനിക്കുന്നുണ്ട്. അങ്ങനെ രക്തസാക്ഷിയാകുന്നവരെ BJP സ്വീകരിക്കുമെന്നും അവരുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ജി സുധാകരനെ പോലെയുള്ള ഒരു നേതാവിന് അഥവാ കളയായി പ്രഖ്യാപിച്ച് CPM പുറത്തു കളഞ്ഞാലും അദ്ദേഹം BJPയിൽ ചേരുമോ എന്ന് കണ്ടറിയണം. അടുത്ത കാലത്തായി കളയോ ചെടിയോ എന്ന് നോക്കാതെ ആൾക്കാരെ സ്വീകരിക്കുവാൻ CPM തയ്യാറാകുന്നതിന്റെ അടയാളങ്ങളുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ മലായാലപ്പുഴ സ്വദേശിയും കാപ്പ കേസിലെ പ്രതിയുമായ സരൺചന്ദ്രൻ എന്ന യുവമോർച്ച പ്രവർത്തകനെയും മറ്റ് 60 പേരെയും CPM സ്വീകരിച്ചത് വലിയ വിവാദമായിരുന്നു. കാപ്പ കേസിലെ പ്രതി റിമാൻഡിൽ ഇറങ്ങിയപ്പോഴാണ് പാർട്ടി സ്വീകരിച്ചത്. കുമ്പഴയിൽ നടന്ന ചടങ്ങിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചത് മന്ത്രി വീണ ജോർജ് ആയിരുന്നു. CPM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു അംഗത്വം കൊടുത്തു. കാപ്പ കേസിലായപ്പോൾ BJP സംരക്ഷിച്ചില്ല എന്ന കാരണത്താലാണ് സരൺചന്ദ്രൻ CPMൽ ചേർന്നത്. ഇനി കേസെല്ലാം ഇല്ലാതാകുമായിരിക്കാം. കഴിഞ്ഞ വർഷം അറസ്റ്റിലായ സരൺചന്ദ്രൻ ജൂൺ 23-ന് ജയിൽ വിട്ടു. 2024 ജൂലൈ 4-ന് CPMൽ ചേർന്നു. 4 പഞ്ചായത്തുകൾക്കുള്ള യുവമോർച്ച ഭാരവാഹിയായിരുന്നു സരൺ. അദ്ദേഹത്തിന്റെ പേരിലുള്ളത് രാഷ്ട്രീയ കേസുകൾ മാത്രമാണെന്നും BJPക്ക് വേണ്ടി നടത്തിയ ആക്രമണത്തിലാണ് കാപ്പ കേസിൽ പ്രതിയായത് എന്നും KP ഉദയഭാനു ന്യായീകരിച്ചു. കാപ്പയിൽ പെടുത്തിയെങ്കിലും സരനെ നാടുകടത്തിയില്ല, അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഇപ്പോൾ പ്രതിയല്ലെന്ന് അദ്ദേഹം അവകാശപ്പെട്ടെങ്കിലും പോലീസ് നിഷേധിച്ചു. ഇഡലി എന്നറിയപ്പെടുന്ന സരൺ വധശ്രമം, സ്ത്രീകൾക്കു നേരെയുള്ള ആക്രമണം തുടങ്ങിയ കേസിൽ പ്രതിയായിരുന്നു. ഒരിക്കൽ പ്രതിയായി എന്നതുകൊണ്ട് എക്കാലവും അദ്ദേഹത്തെ അകറ്റി നിർത്തണമോ എന്നത് പോലുള്ള വലിയ ചോദ്യങ്ങൾ സഖാക്കൾ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. BJPയിൽ ചേർന്നില്ലെങ്കിൽ അഴിമതി കേസിൽ പ്രതിയാക്കപ്പെടും, CPMൽ ചേർന്നില്ലെങ്കിൽ കാപ്പയിലും പ്രതിയാക്കും എന്ന് പ്രതിപക്ഷത്തിന് ഭാരതത്തിലെയും കേരളത്തിലെയും ഭരണത്തെക്കുറിച്ച് ചിത്രീകരിക്കുവാനെങ്കിലും ഈ പരിപാടി കാരണമായിട്ടുണ്ട്. കുമ്പഴയിൽ വെച്ച് പാർട്ടിയിൽ ചേർന്ന യദു എന്ന യുവാവിനെ ജൂലൈ 10-ന് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. യദുവിന്റെ കയ്യിൽ നിന്നും മയക്കുമരുന്ന് പിടിച്ചില്ലെന്നും സംഘിയായ പോലീസുകാരൻ മനഃപൂർവ്വം ഉണ്ടാക്കിയ കേസാണെന്നും യദു പിടിയിലായ ഉടനെ തന്നെ CPM വിശദീകരണം പുറത്തിറക്കി. ആലപ്പുഴ വെച്ച് മയക്കുമരുന്നുമായി വന്ന പാർട്ടി സഖാവിന്റെ ലോറി പിടികൂടിയപ്പോഴും ലോറിയിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നതെന്ന് സഖാവിന് അറിയില്ലെന്നായിരുന്നു വിശദീകരണം. കരുനാഗപ്പള്ളിയിൽ വെച്ച 2023 ജനുവരിയിലാണ് ഈ ലോറി പിടികൂടപ്പെട്ടത്. ലോറി ഉടമയായ CPM നേതാവും കേസിലെ പ്രതി ഇജാസും കൂടിയുള്ള ഫോട്ടോ പ്രചരിച്ചിട്ടും പാർട്ടി ഉറച്ചുനിന്നു. അതൊരു പിറന്നാൾ ആഘോഷത്തിൽ എടുത്ത ഫോട്ടോ ആണെന്നും
സംഭവത്തിന് 4 ദിവസം മുമ്പാണ് സംഭവം നടന്നതെന്നുമായിരുന്നു വിശദീകരണം. നേതാവ് ഏരിയ കമ്മിറ്റിക്ക് വിശദീകരണം നൽകി. 1 കോടി രൂപയുടെ വസ്തുക്കളാണ് പിടികൂടിയത്. ഉള്ളി നിറച്ച ചാക്കുകളുടെ ഇടയിലാണ് മയക്കുമരുന്ന് കൊണ്ടുവന്നത്. കട്ടപ്പനയിലുള്ള ഒരു PA ജയൻ ലോറി ജനുവരി 6-ന് വാടകയ്ക്ക് കൊടുത്തതായിരുന്നു. ഒരിക്കൽ പ്രതിയാക്കപ്പെട്ടു എന്നതുകൊണ്ട് എക്കാലത്തേക്കും മാറ്റി നിർത്തണമോ എന്ന ചോദ്യം പ്രസക്തമാക്കുന്ന ഒരു സംഭവം തിരുവല്ലയിൽ പാർട്ടിയിൽ നടന്നു. അവിടെ പീഡനക്കേസിലെ പ്രതിയായി പുറത്താക്കപ്പെട്ട ഒരു സഖാവിനെ തിരിച്ചെടുത്തത് പാർട്ടിയിൽ തന്നെ വലിയ വിവാദമായി. ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന ഒരു സഖാവ് വിവാഹിതയായ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കി. കുഞ്ഞുണ്ടായപ്പോൾ DNA ഫലം അട്ടിമറിച്ചു. മറ്റൊരു പാർട്ടി പ്രവർത്തകയുടെ നഗ്ന ചിത്രങ്ങൾ പ്രചരിപ്പിച്ചു. എന്നീ പ്രവർത്തനങ്ങൾക്ക് 2018-ൽ പാർട്ടി നടപടിയെടുത്ത് പുറത്താക്കി. പ്രൈമറി അംഗത്വം സസ്പെൻഡ് ചെയ്തു. 7 മാസം മുമ്പ് പാർട്ടിയിൽ നിന്നും പുറത്താക്കി. എന്നാൽ അടുത്ത കാലത്ത് അദ്ദേഹം കൺട്രോൾ കമ്മീഷന് പരാതി കൊടുത്ത് തിരുവല്ല നോർത്ത് ലോക്കൽ കമ്മിറ്റിയിൽ തിരിച്ചെടുത്തു. സഖാക്കൾ തന്നെ മുടക്കിയിരിക്കുന്നതായാണ് വാർത്ത. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനിയെയും കേരള ബാങ്കിന്റെ തലവനെയും പാലക്കാട്ട് നേതാവിനെയും ഒക്കെ ന്യായീകരിക്കുകയും ഉന്നത പദവികൾ കൊടുക്കുകയും ചെയ്യുന്ന പാർട്ടിക്ക് ആരാവും കള ആരാവും ചെടി എന്ന സംശയം ഉണ്ടാകാൻ സാധ്യതയില്ലേ? മിക്കവാറും കള പറിക്കുന്നു എന്ന പേരിൽ ചെടികൾ പറിച്ചു കളയപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാനാവുമോ? 60 ലക്ഷം രൂപയ്ക്ക് PSC അംഗത്വം കൊടുക്കാമെന്ന് പറഞ്ഞ് കോഴിക്കോട്ടെ ഒരു ഹോമിയോ ഡോക്ടറിൽ നിന്നും 22 ലക്ഷം രൂപ ഒരു സഖാവ് കൈപ്പറ്റുകയും അംഗത്വം കൊടുക്കാനാവാതെ വന്നപ്പോഴും തുക തിരിച്ചു കൊടുക്കാതിരിക്കുന്നതും CPM-നെ വല്ലാത്ത പ്രതിസന്ധിയിലാക്കി. മുഖ്യമന്ത്രിയുടെ മരുമകൻ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ അയൽപക്കക്കാരനാണ് പണം വാങ്ങിയത്. അദ്ദേഹം CPM ടൗൺ ഏരിയ കമ്മിറ്റി അംഗവും CITU ജില്ലാ സെക്രട്ടറിയുമായി പ്രവർത്തിക്കുന്ന നേതാവാണ്. തന്റെ പേരിൽ തട്ടിപ്പ് നടക്കുന്നു എന്നറിഞ്ഞ റിയാസ് ജില്ലാ കമ്മിറ്റിക്ക് പരാതി കൊടുത്തെങ്കിലും കാര്യമായ നടപടി ഉണ്ടായില്ല. ഈ സാഹചര്യത്തിലാണ് സംഭവം പുറത്തുവരുന്നത്. അതോടെ വലിയ കോലാഹലമായി. ജില്ലാ കമ്മിറ്റി ലാഘവത്തോടെ കൈകാര്യം ചെയ്ത വിഷയം സംസ്ഥാന നേതൃത്വം ഗൗരവമായി എടുത്തു. മാധ്യമങ്ങളുടെ കോലാഹലം മാത്രമെന്ന് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനൻ പറഞ്ഞ വിഷയത്തെക്കുറിച്ച് ഗൗരവമായി അന്വേഷണം നടത്താം എന്ന് മുഖ്യമന്ത്രി സമ്മതിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PA മുഹമ്മദ് റിയാസ് പരാതി കൊടുത്തിട്ടും ജില്ലാ ഘടകം ഗൗരവത്തിൽ എടുത്തില്ല എന്നത് സംസ്ഥാന നേതൃത്വത്തെ ചൊടിപ്പിച്ചതായാണ് വാർത്ത. എങ്കിലും വിഷയം നിയമസഭയിൽ ഉയർന്നപ്പോൾ മുഖ്യമന്ത്രി ഉരുണ്ടുകളിച്ചു. സർക്കാരിനോ പോലീസിനോ പരാതിയൊന്നും കിട്ടിയിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് വിഷയം സഭയിൽ ഉന്നയിച്ച ജൂലൈ 9-ന് രാവിലെ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുടേതായി കോഴിക്കോട് കമ്മീഷണർക്ക് ഒരു ഇമെയിൽ ലഭിച്ചത് മാത്രമാണ് ഇത് സംബന്ധിച്ച ലഭിച്ച പരാതി. എന്നാൽ അതിനു മുമ്പ് തന്നെ പോലീസ് കേസ് അന്വേഷണം ആരംഭിക്കുകയും സഖാവിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. എന്തുകൊണ്ടായിരുന്നു ആ നടപടി എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല. PSC അംഗത്വ നിയമനത്തെക്കുറിച്ച് അടുത്ത കാലത്തൊന്നും ഒരു പരാതിയും ഉണ്ടായിട്ടില്ലെന്നും 2004-ലാണ് ഇങ്ങനെയൊരു ആക്ഷേപം ഉണ്ടായത്. അന്ന് കരുണാകരനും ഉമ്മൻചാണ്ടിയും ആര്യാടനും ഒക്കെയായിരുന്നു ആരോപണ വിധേയർ എന്നും പിണറായി പറഞ്ഞു. ഏതായാലും പരാതിക്കാരനും തുക തിരിച്ചുകൊടുത്ത് പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. ഹോമിയോ ഡോക്ടർ താനങ്ങനെ പരാതി പറഞ്ഞിട്ടില്ല എന്ന നിലയിലാണ് ഇപ്പോൾ. ഏതായാലും PSC അംഗത്വ സ്ഥാനത്തിന് പല പാർട്ടിയിലും പലരെയും കാണാൻ ഓടിത്തളർന്നവർ ഇപ്പോൾ പരിചയക്കാരോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഇത്രയും വലിയ തുക ഞാൻ എങ്ങനെ ഉണ്ടാക്കും? ഇവരൊക്കെ എങ്ങനെ ഈ പദവി നേടി എന്ന് സംശയിക്കുന്നവർക്കും സത്യം എന്തായാലും വിശ്വസിക്കാനാവുന്ന ഉത്തരമായി. ഒന്നും വാങ്ങാതെ കൊടുത്തവർക്കും പേരുദോഷവുമായി. അപ്പോൾ പാർട്ടി ഒരു പുതിയ വ്യാഖ്യാനവുമായി വന്നു. ആയുഷ്മാൻ പദ്ധതിയിലെ ഒരു സ്ഥലം മാറ്റത്തിനാണത്രേ പണമിടപാട് നടന്നത്. ഒരു ഡോക്ടറുടെ സ്ഥലം മാറ്റത്തിന് 22 ലക്ഷം രൂപയോ എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരുന്നു. മാത്രവുമല്ല, ആരോഗ്യമന്ത്രി പ്രതിക്കൂട്ടിലാവുകയാണ്. ആദ്യമല്ല ആയുഷ്മാനിലെ തട്ടിപ്പ് സംബന്ധിച്ച് പരാതി ഉയരുന്നത്. 2023 സെപ്റ്റംബറിൽ മലപ്പുറത്തു നിന്നുള്ള ഒരു ഹരിദാസ് മരുമകൾക്ക് നാഷണൽ ആയുഷ്മാൻ മിഷനിൽ നിയമനത്തിന് മന്ത്രി വീണ ജോർജിന്റെ പേഴ്സണൽ സ്റ്റാഫ് അഖിൽ മാത്യുവിന് കൈക്കൂലി കൊടുത്തതായി പരസ്യമായി പരാതിപ്പെട്ടു. CITU പത്തനംതിട്ട ഓഫീസ് സെക്രട്ടറി ആയിരുന്ന അഖിൽ സജീവ് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്നും പരാതി വന്നു.
സജീവിനെ ഇത്തരം ആരോപണത്തിന് നേരത്തെ പാർട്ടി പുറത്താക്കിയിരുന്നു. അഖിൽ സജീവ് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് വെച്ച് മരുമകൾക്ക് നിയമനം കിട്ടാൻ വേണ്ടി 75,000 രൂപ കൊടുത്തെന്നും ഇതിനനുസരിച്ച് മരുമകൾക്ക് നിയമന ഓർഡർ കിട്ടിയെങ്കിലും അത് വ്യാജമായിരുന്നു എന്ന് മനസ്സിലായപ്പോഴാണത്രേ ഹരിദാസ് സംഭവം പുറത്താക്കിയത്. ഇത് സംബന്ധിച്ച പരാതി സെപ്റ്റംബർ 4-ന് ഹരിദാസ് ആരോഗ്യമന്ത്രിക്ക് അയച്ചു. ഏതായാലും ആഭ്യന്തര അന്വേഷണത്തിന് ശേഷം സെപ്റ്റംബർ 13-ന് പരാതി DGPക്ക് അയച്ചു. എന്തോ അന്വേഷണമൊക്കെ നടന്നു. പിന്നെയെല്ലാം തേഞ്ഞു മാഞ്ഞു. ഇപ്പോൾ വീണ്ടും ആയുഷ്മാനിലെ സ്ഥലം മാറ്റത്തിന് CITU കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പണം വാങ്ങിയതായി വിശദീകരിക്കപ്പെടുമ്പോൾ പഴയ കഥയിലും എന്തെങ്കിലുമൊക്കെ നേരുണ്ടായിരുന്നു എന്നല്ലേ വരിക. സജിമോനെ പോലെ സജീവിനെയും തിരിച്ചെടുക്കുകയും ചെയ്യാം. ഇത്തരം ഒരു സംഭവം പിണറായി ഏറെ ആവേശത്തോടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന കേരളത്തിലെ പോലീസ് മേധാവിയെക്കുറിച്ചും ഉണ്ടായി. അദ്ദേഹം ഭാര്യയുടെ പേരിലുള്ള 10.8 സെന്റ് സ്ഥലം വിൽക്കാൻ കരാറുണ്ടാക്കി 30 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങി. ഇതിൽ 5 ലക്ഷം രൂപ DGPയുടെ ഓഫീസിൽ വെച്ച് നേരിട്ടാണ് വാങ്ങിയതെന്ന് പരാതിക്കാരൻ ഉമർ ഷെരീഫ് ആരോപിച്ചു. രേഖകൾ പരിശോധിച്ചപ്പോൾ സ്ഥലം ഈട് വെച്ച് 26 ലക്ഷം രൂപ വായ്പ എടുത്തിട്ടുണ്ടെന്ന് കണ്ടു. അതുകൊണ്ട് കരാറിൽ നിന്നും പിൻവാങ്ങാൻ ഉമർ ഷെരീഫ് തീരുമാനിച്ചു. പണം തിരിച്ചു കൊടുക്കാൻ DGP കൂട്ടാക്കിയില്ല. ഷെരീഫ് ജൂൺ 24-ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിച്ചു. ഒരു നടപടിയും ഉണ്ടായില്ല. മാത്രമല്ല ജൂൺ 27-ന് മേധാവിയുടെ കാലാവധി 1 വർഷം കൂടി നീട്ടിക്കൊടുക്കുകയും ചെയ്തു. ജൂൺ 30-ന് അദ്ദേഹം വിരമിക്കേണ്ടതായിരുന്നു. അദ്ദേഹം കോടതിയെ സമീപിച്ചു. DGPയുടേതായി സ്പെഷ്യൽ ബ്രാഞ്ച് നൽകുന്ന വിശദീകരണം മറ്റൊന്നാണ്. ഷെറഫി സ്ഥലം മറിച്ചു വിൽക്കാൻ നോക്കിയപ്പോൾ ഉദ്ദേശിച്ച വില കിട്ടാത്തതുകൊണ്ടാണ് കരാർ റദ്ദാക്കുന്നതെന്നും DGP മക്കളുടെ പഠനാവശ്യത്തിന് എടുത്ത വായ്പയ്ക്ക് കൊളാറ്ററൽ സെക്യൂരിറ്റിയായി മാത്രമാണ് സ്ഥലം നൽകിയതെന്നും സ്ഥലം ഈടല്ലെന്നും വ്യക്തമായി. വിൽപ്പന കരാർ രജിസ്റ്റർ ചെയ്തിട്ടില്ല. 7.4 ലക്ഷം രൂപയ്ക്കാണ് കരാർ ഉണ്ടാക്കിയത് തന്നെ. മാത്രവുമല്ല അതേ തുടർന്ന് ഉമർ പറമ്പിന് ചുറ്റും മതിൽ കെട്ടുകയും ചെയ്തു. ഓഫീസിൽ വെച്ച് 5 ലക്ഷം രൂപ കൊടുത്തെന്ന് പറയുന്നത് കളവാണ് എന്നും DGP അറിയിച്ചു. ഏതായാലും ആദായ നികുതി ഉദ്യോഗസ്ഥർക്ക് മേയാനുള്ള വകുപ്പായി. കോടതി ഇടപെട്ട് സ്ഥലം ജപ്തി ചെയ്ത് പണം വസൂലാക്കുവാൻ ഉത്തരവാകുകയും സംഭവം മാധ്യമങ്ങളിൽ വാർത്തയാവുകയും ചെയ്തതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉണർന്നു. പെട്ടെന്ന് എല്ലാം ഒത്തുതീർന്നു. എങ്ങനെ? ആരും ഒന്നും പറയുന്നില്ല. DGP വാങ്ങിച്ച 30 ലക്ഷം രൂപ എന്ത് ചെയ്തു? PSC നിയമനത്തിലെ പോലെ കാലാവധി നീട്ടിക്കിട്ടാൻ പലർക്കായി നേർച്ച ഇട്ടതാകുമോ? സംശയങ്ങൾ നിരവധിയുണ്ട്. ഞങ്ങളുടെ വഴക്ക് തീർന്നു എന്ന് വിളിച്ചു പറയുന്നതോടെ എല്ലാം തീർന്നെന്ന് വരുന്നത് നിയമവാഴ്ചയ്ക്ക് തന്നെ വെല്ലുവിളിയല്ലേ? പാനൂർ ബോംബ് സ്ഫോടന കേസിൽ പ്രതികളാക്കപ്പെട്ട CPM പ്രവർത്തകരായ ചിറക്കണ്ടിമേൽ C സായുജി, അടുപ്പുകൂട്ടിയ പറമ്പിൽ സബിൻ ലാൽ, കരിയാവുള്ളത്തിൽ ചാലിൽ അക്ഷയ്, തങ്കേശപുരയിൽ ഷിജാൽ എന്നിവർക്കെതിരായ കുറ്റപത്രം പോലീസ് സമയത്ത് സമർപ്പിക്കാതിരുന്നതുകൊണ്ട് അവർക്ക് ജാമ്യം കിട്ടിയത് പിണറായി ഭരണത്തിൽ സഖാക്കൾക്ക് കിട്ടുന്ന പരിഗണനയുടെ പതിവ് രീതി ആയെങ്കിലും അവർക്കെതിരെ 6 മാസം തടവിൽ പാർപ്പിക്കാവുന്ന വകുപ്പുകളോടെ കാപ്പ ചുമത്തി. കേസെടുത്തത് ഒരു സൂചനയാണ്. കണ്ണൂരിലെ P ജയരാജൻ ഗ്രൂപ്പിനെ അങ്ങനെ വിടില്ലെന്നതിന്റെ കൃത്യമായ സൂചന. എന്നാൽ ആ പോലീസ് തന്നെ TP ചന്ദ്രശേഖരന്റെ കൊലയാളികൾക്ക് പരമാവധി സഹായം കൊടുക്കുവാൻ കരുക്കൾ നീക്കുന്നതിന്റെ പ്രകടമായ അടയാളങ്ങളായി. കാലാവധി തീരുമുമ്പ് പുറത്തുവിടാൻ നീക്കം നടക്കുന്നു എന്ന് വരുത്തിയെങ്കിലും ചെയ്തില്ലെങ്കിൽ അവർ വല്ലതും പരസ്യമായി പറയുമോ എന്ന ഭയം ചിലരെ വേട്ടയാടുന്നതായും കിംവദന്തികളുണ്ട്. ഏതായാലും ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി സർക്കാർ രക്ഷപ്പെടാൻ നോക്കുന്നതായി വിശ്വസിക്കത്തക്ക സൂചനകൾ ഉണ്ട്. പല ജയിലും ഭരിക്കുന്നത് TP കേസിലെ പ്രതികളാണെന്നും സർക്കാർ അവരെ സഹായിക്കുകയാണെന്നും CPM പ്രതികൾക്ക് പണം കൊടുക്കുന്നുണ്ടെന്നും KK രമ നിയമസഭയിൽ പറഞ്ഞതിന് മുഖ്യമന്ത്രി മറുപടിയെ പറഞ്ഞില്ല. CPMൽ തിരുത്തൽവാദികളുടെ പുതിയ സംഘം ഉണ്ടാകുന്നതായി പഴയ കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനായ ചെറിയാൻ ഫിലിപ്പ് പറയുന്നത് ആഗ്രഹപ്രകടനം മാത്രമാണോ? കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ ചെറിയാനുള്ള സൗഹൃദങ്ങൾ വെച്ചു നോക്കുമ്പോൾ വെറും പൊളിവചനം എന്ന് കരുതാനും ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ തിരുത്തൽവാദികൾക്ക് യെച്ചൂരിയുടെയും കാരാട്ടിന്റെയും ആശീർവാദം ഉണ്ടെന്ന ചെറിയാന്റെ വെളിപ്പെടുത്തൽ പറഞ്ഞ കാര്യത്തോടുള്ള വിശ്വാസ്യത ചോർത്തുന്ന ഒന്നാണ്.
കാരാട്ടും യെച്ചൂരിയും ഇപ്പോൾ രണ്ട് നിലപാടുകാരാണ് എന്ന് പകൽ പോലെ അറിയുന്ന കാര്യമാണ്. അവർ ഇക്കാര്യത്തിൽ ഒന്നിക്കുന്നതെങ്ങനെ? ഏതായാലും ചെറിയാൻ പറയുന്ന സംഘത്തിൽ എ വിജയരാഘവനും തോമസ് ഐസക്കും ഇളമരം കരീമും കെ ശൈലജയും കെ രാധാകൃഷ്ണനും ഉണ്ട്. സംഘടനാ തിരഞ്ഞെടുപ്പ് വരികയാണ്. 2024 സെപ്റ്റംബറിൽ സംഘടനാ തിരഞ്ഞെടുപ്പ് ആരംഭിക്കും. 2025 ഫെബ്രുവരിയിൽ പുതിയ സംസ്ഥാന ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടക്കും. കോഴിക്കോട് റിയാസിനും പത്തനംതിട്ടയിൽ വീണയ്ക്കും എതിരെ ജില്ലാ സെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ പടയൊരുക്കം. കണ്ണൂരിൽ പി ജയരാജന്റെയും ആലപ്പുഴയിൽ ജി സുധാകരന്റെയും തിരുവനന്തപുരത്ത് കടകംപള്ളിയുടെയും നേതൃത്വത്തിൽ ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് ചെറിയാൻ പറയുന്നു. സംസ്ഥാന തലത്തിൽ പഴയ VS പിണറായി ഗ്രൂപ്പുകൾ ഇല്ലാതെയെങ്കിലും പുതിയ സമവാക്യങ്ങൾ ഉണ്ടാവുകയാണ്. കെ ശൈലജ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകുവാൻ ജനം ആഗ്രഹിക്കുന്നതായി പി ജയരാജൻ പറഞ്ഞത് നാക്കുപിഴയൊന്നും അല്ല. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന 700-ലേറെ പ്രതിനിധികൾ ഏപ്രിലിൽ ദേശീയ സെക്രട്ടറിയെയും ദേശീയ ഭരണസമിതിയായ പോളിറ്റ് ബ്യൂറോയെയും തിരഞ്ഞെടുക്കുന്നതിന് സമ്മേളിക്കും. പാർട്ടി ഭരണഘടന അനുസരിച്ച് യെച്ചൂരിക്ക് ഇനി തുടരാനാവില്ല. 2022 കണ്ണൂരിൽ ചേർന്ന 23ാമത് പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചതനുസരിച്ച് പോളിറ്റ് ബ്യൂറോയിലെയും സെൻട്രൽ കമ്മിറ്റിയിലെയും അംഗങ്ങൾ 75 വയസ്സിൽ റിട്ടയർ ചെയ്യേണ്ടതുണ്ട്. 80 വയസ്സിന്റെ പരിധിയാണ് 75ആയി കുറച്ചത്. എന്നാൽ പിണറായി വിജയന് തുടരാൻ അനുമതി കൊടുത്തു. 3 വട്ടം സെക്രട്ടറിയായിട്ടുള്ള 1948 ഫെബ്രുവരി 7 ജനിച്ച 76-കാരനായ പ്രകാശ് കാരാട്ടിന് വീണ്ടും പദവി കിട്ടാൻ പ്രായപരിധി തടസ്സമാണ്. പിണറായിയുടെ കാര്യത്തിൽ എന്ന പോലെ നിയമം മാറ്റുമോ എന്ന് കണ്ടറിയണം. 17-അംഗ പോളിറ്റ് ബ്യൂറോയിൽ ഇപ്പോൾ ബൃന്ദ കാരാട്ട് അടക്കം 6 ബംഗാളികളും, ബൃന്ദ 1947, മുഹമ്മദ് സലീം 1957, SK മിശ്ര 1949, തപൻ കുമാർ സെൻ 1951, നിലോൽപാർ ബസു 1956, രാമചന്ദ്ര ഡോം 1959, പ്രകാശ് കാരാട്ട് അടക്കം 5 മലയാളികൾ, പിണറായി 1945, MV ഗോവിന്ദൻ 1953, MA ബേബി 1954, A വിജയരാഘവൻ 1966 ഉണ്ട്. സീതാറാം യെച്ചൂരി 1958, BV രാഘവലു അടക്കം 2 ആന്ധ്രക്കാരും ഉണ്ട്. അവിടെ പാർട്ടിയുടെ നേതൃത്വത്തിൽ 2013 തുടങ്ങിയ ചാനൽ 10 TV സ്വകാര്യ മുതലാളിക്ക് കൈമാറപ്പെടുകയും ജീവനക്കാരായ സഖാക്കളെ കൂട്ടത്തോടെ പിരിച്ചുവിടുകയും ചെയ്ത സംഭവത്തിൽ രണ്ടാമൻ BV രാഘവജലു 2023 പോളിറ്റ് ബ്യൂറോയിൽ നിന്നടക്കം രാജിവെച്ചതായി വാർത്ത പ്രചരിച്ചെങ്കിലും യെച്ചൂരി അത് നിഷേധിച്ചിരുന്നു. G രാമകൃഷ്ണൻ 1949, അശോക് ദവാലെ മഹാരാഷ്ട്ര 1952, മഹാരാഷ്ട്ര സുഭാഷ്നി അലി 1947, UP മണിക് സർക്കാർ 1949, ത്രിപുര എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് മറ്റ് അംഗങ്ങൾ. അതായത് പാർട്ടി നിയമനം ശരിക്കും നടപ്പാക്കിയാൽ 1949 മുമ്പുള്ള പ്രകാശ്, ബൃന്ദ കാരാട്ടുമാർ, പിണറായി വിജയൻ, മണിക് സർക്കാർ, സുഭാഷ്നി അലി, SK മിശ്ര, G രാമകൃഷ്ണൻ 7 പേർ പുറത്താവും. 17-അംഗ പോളിറ്റ് ബ്യൂറോയിലേക്ക് 7 പുതിയ അംഗങ്ങൾ വരും. വലിയ വെട്ടിനിരത്തലാവും വേണ്ടിവരിക. കേരളത്തിനുള്ള പ്രാതിനിധ്യം 5ആയി പരിമിതപ്പെടുത്തിയാൽ പ്രകാശ് കാരാട്ടിനും പിണറായിക്കും പകരം 2 പേർക്ക് പോളിറ്റ് ബ്യൂറോയിൽ അംഗത്വം ലഭിക്കണം. ഇതെല്ലാം മനസ്സിൽ വെച്ചുള്ള കളപറിക്കലുകളാണ് നടത്താനാണ് സാധ്യത. SFIക്കും മുഖ്യമന്ത്രിക്കുമെതിരെ CPI-യിൽ കടുത്ത വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. SFI-ക്കാർ തങ്ങളെ മർദ്ദിക്കുന്നു, വല്ലാതെ പരിഹസിക്കുന്നു തുടങ്ങിയ സങ്കടങ്ങളാണ് CPI-യുടെ വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഉള്ളത്. SFI-യുടെ കൂടെ നിന്നതുകൊണ്ടാണ് തങ്ങൾ ജീവിച്ചു പോകുന്നത് എന്ന മട്ടിലാണ് SFI-യുടെ സംസാരമെന്നും അവരുടെ നിന്ദനം മടുത്തെന്നും AISF സംസ്ഥാന സെക്രട്ടറി രാഹുൽ രാജ് പരാതിപ്പെടുന്നു. ഒറ്റയ്ക്കാണ് ക്യാമ്പസുകളിൽ മത്സരിക്കുന്നതെന്നും യൂണിവേഴ്സിറ്റി യൂണിയനിലാണ് സഹകരണം ഉള്ളതെന്നും അദ്ദേഹം വിശദീകരിച്ചു. അവരുടെ വനിതാ നേതാവിന് കോട്ടയത്ത് SFI-ക്കാരിൽ നിന്നും നേരിടേണ്ടി വന്ന ദുരനുഭവം പോലീസ് കേസായി. അതിലെ പ്രധാന പ്രതിയാണ് ഇപ്പോൾ SFI-യുടെ സംസ്ഥാന സെക്രട്ടറി. SFI-യുമായുള്ള ബന്ധം അവസാനിപ്പിക്കുവാനാണ് AISF ആലോചിക്കുന്നതെന്ന് അവർ പറയുന്നു. അങ്ങനെ തീരുമാനമുണ്ടായാൽ അവിടം കൊണ്ട് അവസാനിക്കില്ല, അത് പാർട്ടിയിലേക്കും വ്യാപിക്കും.
CPI-യിൽ പ്രകടമായി 2 ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് ആർക്കും ധീരമായി ഒന്നും തീരുമാനിക്കുവാനും കഴിയില്ല. നവകേരള സദസ്സുകൊണ്ട് ഒരു മാറ്റവും ഉണ്ടായില്ല. എന്നാൽ ജനങ്ങളെ എതിരാക്കി ക്ഷേമ പദ്ധതികൾ മുടങ്ങിക്കിടക്കുമ്പോൾ ആ യാത്ര വെറും ദൂർത്തെന്ന് ജനം വിലയിരുത്തി തുടങ്ങിയ വിമർശനങ്ങളാണ് CPI ഉയർത്തുന്നത്. കോൺഗ്രസും ജനാധിപത്യ മുന്നണിയുമായി സഹകരിച്ചാൽ CPIക്ക് കേരളത്തിൽ നിന്നും കൂടുതൽ ലോക്സഭാംഗങ്ങളും നിയമസഭാംഗങ്ങളും ഉണ്ടാകുമെന്ന് കരുതുന്നവർ CPI-യിൽ ശക്തി പ്രാപിക്കുകയാണ്. ഇടതുമുന്നണി കൺവീനർ EP ജയരാജനെതിരെയും CPI-യിൽ രൂക്ഷമായ വിമർശനം ഉയർന്നു. വനം വകുപ്പ് കൈകാര്യം ചെയ്ത് ഇടതുമുന്നണിയെ വല്ലാതെ വെള്ളം കുടിപ്പിക്കുന്ന AK ശശീന്ദ്രൻ മന്ത്രി പാർട്ടിക്കാർക്കും തലവേദനയായി. മന്ത്രിയായാൽ പഴയ കരാർ ബാധകമല്ലാത്ത ആൾ എന്നാണ് NCPയുടെ അടുത്ത അംഗമായ തോമസ് K തോമസ് നിയമസഭയിൽ പറഞ്ഞത്. എന്തു പറഞ്ഞാലും ശശീന്ദ്രന് കുലുക്കമില്ല. കേരളത്തിലെ ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുമെന്നും പെൻഷൻ കുടിശ്ശിക കൊടുക്കും എന്നടക്കമുള്ള നിരവധി പ്രഖ്യാപനങ്ങളോടെ സർക്കാരിന്റെ തിരുത്തൽ നടപടികൾ ജൂലൈ 10-ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചു. പെൻഷൻ തുക മാസം 2500 രൂപയാക്കും എന്നായിരുന്നു ഇടതുമുന്നണിയുടെ നയപ്രഖ്യാപനം. സർക്കാർ ജീവനക്കാർക്ക് എല്ലാ വർഷവും 2 ഗഡു ക്ഷാമബത്ത വർധന കൊടുക്കും. പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ഈ വർഷം നൽകും എന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പെൻഷന്റെ 5 മാസത്തെ കുടിശ്ശികയിൽ 2 കുടിശ്ശിക ഈ വർഷവും 3 കുടിശ്ശിക അടുത്ത വർഷവും നൽകും എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. 5 മാസത്തെ കുടിശ്ശിക തീർക്കാൻ 4500 കോടി രൂപയാണ് വേണ്ടത്. 900 കോടി രൂപ ഒരു മാസം. 2 മാസത്തെ കുടിശ്ശികയ്ക്ക് 2250 കോടി രൂപ വേണം. പുറമെ ഓരോ മാസവും 900 കോടി രൂപയും. ഏതായാലും സർക്കാർ മുൻഗണന മാറ്റുമെന്ന് KK ശൈലജ നിയമസഭയിൽ നടത്തിയ ആഗ്രഹ പ്രകടനം പിറ്റേന്ന് തന്നെ മുഖ്യമന്ത്രി നിറവേറ്റി. മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിന്റെ തലേന്ന് ധനമന്ത്രി നിയമസഭയിൽ വെച്ച കണക്കനുസരിച്ച് സർക്കാരിന്റെ കുടിശ്ശികകൾ തീർക്കുന്നതിന് തന്നെ കുടിശ്ശിക വിതരണം ചെയ്യാൻ വേണ്ടത് 30,000 കോടി രൂപ വേണം. കേന്ദ്രം തരാനുള്ളത് 48,885 കോടിയാണ് ധനമന്ത്രി പറഞ്ഞു. സപ്ലൈകോ 1200 കോടി, UGC പരിഷ്കരണം 750 കോടി, ഹെൽത്ത് ഗ്രാന്റ് 725.45 കോടി, നാഷണൽ ഹെൽത്ത് മിഷൻ 636.88 കോടി, തൊഴിലുറപ്പ് പദ്ധതി 220.49 കോടി, നാഷണൽ സോഷ്യൽ പ്രോഗ്രാം 225.34 കോടി, അർബൻ ലോക്കൽ ബോഡി ഗ്രാന്റ് 513.54 കോടി, സമഗ്ര ശിക്ഷ കേരളം 188, പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന 164 കോടി, സ്കൂൾ ഉച്ചഭക്ഷണം 11.6, NFSA 74.7 കോടി. ധനമന്ത്രി വിശദാംശങ്ങളും നിയമസഭയിൽ വെളിപ്പെടുത്തി. കേന്ദ്ര ധനമന്ത്രി പറയുമ്പോൾ കണക്കെല്ലാം പാളുമോ ആവോ? ഇതിനിടയിൽ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ എങ്ങനെ എന്ന് നടക്കും എന്ന് ആർക്കും അറിയില്ല. 10,000 കോടിയുടെ കുടിശ്ശികയുള്ള സർക്കാർ എങ്ങനെ ഇതെല്ലാം ചെയ്യും എന്ന് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം എല്ലാവരുടെയും സംശയമാണ്. മൂന്നാം മോദി സർക്കാർ വരുത്തും എന്ന് സൂചിപ്പിച്ചിട്ടുള്ള ലോക്സഭാ മണ്ഡലങ്ങളുടെ പുനഃസംഘടനയിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് RSS രംഗത്തു വന്നു. അവരുടെ സംഘടനയുടെ മുഖപത്രമായ ഓർഗനൈസറിൽ എഴുതിയ മുഖപ്രസംഗത്തിൽ ഏറെ ജാഗ്രതയോടെ ചെയ്യേണ്ട കാര്യമാണിതെന്ന് സംഘടന വ്യക്തമാക്കി. തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടായ ജനസംഖ്യാ നിയന്ത്രണം അവർക്ക് ദോഷം ആകരുതെന്നും ഓർഗനൈസർ ഓർമ്മിപ്പിച്ചു. രാജ്യത്തിന്റെ അതിർത്തി സംസ്ഥാനങ്ങളായ ബംഗാൾ, ബീഹാർ, ആസാം, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ അസ്വാഭാവിക ജനസംഖ്യാ വളർച്ചയുണ്ടെന്നും ചില മതവിഭാഗങ്ങൾ അധിവസിക്കുന്നിടത്ത് മാത്രം മണ്ഡലം കൂടരുതെന്നും ഓർഗനൈസർ ആവശ്യപ്പെടുന്നു. മുസ്ലിമുകളെ ആണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തം. മുസ്ലിം ജനസംഖ്യ ഉയരുന്നത് അസന്തുലിതാവസ്ഥ ഉണ്ടാക്കും. ജനസംഖ്യാ വളർച്ച ഏതെങ്കിലും മതസമൂഹത്തെയോ പ്രദേശത്തെയോ ആനുപാതികമായി ബാധിക്കില്ല എന്ന് ഉറപ്പാക്കുവാൻ ജനസംഖ്യാ നിയന്ത്രണ നയം വേണം, ഓർഗനൈസർ ആവശ്യപ്പെടുന്നു. ഇത് സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങൾക്കും രാഷ്ട്രീയ സംഘർഷങ്ങൾക്കും ഇടയാക്കുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകി. മമതാ ബാനർജിക്ക് മുസ്ലിം കാർഡ് കളിക്കുവാനാകുന്നതും ദ്രവീഡിയൻ പാർട്ടികൾക്ക് സനാതന ധർമ്മത്തെ അധിക്ഷേപിക്കുന്നതിൽ അഭിമാനം കൊള്ളുവാൻ സാധിക്കുന്നതും ന്യൂനപക്ഷ വോട്ടിന്റെ ഏകീകരണം മൂലമാണ്. നിലവിലുള്ള നിയമമനുസരിച്ച് ജനസംഖ്യാനുപാതികമായാണ് മണ്ഡലം വിഭജിക്കുന്നത്. സെൻസസ് ആണ് അടിത്തറ.
10.1 ലക്ഷത്തിന് ഒരു മണ്ഡലം എന്നാണ് ഇപ്പോഴത്തെ കണക്ക്. 1971 സെൻസസ് അനുസരിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. 2026 ശേഷം നടക്കുന്ന സെൻസസ് അനുസരിച്ച് അടുത്ത പുനഃസംഘടന നടത്താം എന്നതാണ് നിയമം. 2021 സെൻസസ് നടത്തേണ്ടിയിരുന്നത്. കോവിഡ് മൂലം അതുണ്ടായില്ല. അന്ന് നടന്നിരുന്നുവെങ്കിൽ 2031 സെൻസസിന് ശേഷമേ മണ്ഡല പുനഃസംഘടന സാധ്യമാകുമായിരുന്നുള്ളൂ. എന്നാൽ 2021 സെൻസസ് സർക്കാർ 2026 നടത്താൻ തീരുമാനിച്ചാൽ അതിനനുസരിച്ച് നിയോജക മണ്ഡലം പുനഃസംഘടന നടത്താം. 2021 സെൻസസ് 2026 ശേഷം നടത്തി ഡിലിമിറ്റേഷൻ സാധിക്കും. നിലവിൽ വടക്കേ ഇന്ത്യയിൽ ജനം കൂടുകയും തെക്കേ ഇന്ത്യയിൽ ജനം കുറയുകയും ചെയ്യും. ഡിലിമിറ്റേഷൻ സംബന്ധിച്ച് ഇപ്പോൾ നിലവിലുള്ളത് 2 നിർദ്ദേശങ്ങളാണ്. ഒന്ന്, മണ്ഡലങ്ങളുടെ എണ്ണം 543 തന്നെ നിർത്തി പുനഃക്രമീകരിക്കുക, അല്ലെങ്കിൽ 848 ആക്കി ഉയർത്തി ജനസംഖ്യാനുപാതികം ആക്കുക. ഒന്നാമത്തെ നിർദ്ദേശം നടപ്പാക്കിയാലും രണ്ടാമത്തെ നിർദ്ദേശം നടപ്പാക്കിയാലും പ്രധാന സംസ്ഥാനങ്ങളിൽ വരുന്ന വ്യത്യാസം ഇങ്ങനെയാണ്. ഇപ്പോൾ 80 സീറ്റുള്ള UPയിൽ നിലവിലുള്ള സീറ്റുകൾ പുനഃക്രമീകരിച്ചാൽ 91 സീറ്റാവും. അല്ലാതെ 848 സീറ്റാക്കിയാൽ 143 സീറ്റ് വരും. ഇപ്പോൾ 40 സീറ്റുള്ള ബീഹാറിൽ നിലവിലുള്ള സീറ്റുകൾ പുനഃക്രമീകരിച്ചാൽ 50 സീറ്റാവും. അല്ലാതെ 848 സീറ്റാക്കിയാൽ ഇപ്പോൾ 25 സീറ്റുള്ള രാജസ്ഥാനിൽ നിലവിലുള്ള സീറ്റുകൾ പുനഃക്രമീകരിച്ചാൽ 31 സീറ്റാവും. അല്ലാതെ 848 സീറ്റാക്കിയാൽ 50 സീറ്റ് വരും. 79 സീറ്റ് വരും. ഇപ്പോൾ 29 സീറ്റുള്ള മധ്യപ്രദേശിൽ നിലവിലുള്ള സീറ്റുകൾ പുനഃക്രമീകരിച്ചാൽ 33 സീറ്റാവും. അല്ലാതെ 848 സീറ്റാക്കിയാൽ 52 സീറ്റ് വരും. ഇപ്പോൾ 39 സീറ്റുള്ള തമിഴ്നാട്ടിൽ നിലവിലുള്ള സീറ്റുകൾ പുനഃക്രമീകരിച്ചാൽ 31 സീറ്റാകും. അല്ലാതെ 848 സീറ്റാക്കിയാൽ 49 സീറ്റ് വരും. ഇപ്പോൾ 42 സീറ്റുള്ള ആന്ധ്ര, തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിലവിലുള്ള സീറ്റുകൾ പുനഃക്രമീകരിച്ചാൽ 34 സീറ്റാകും. അല്ലാതെ 848 സീറ്റാക്കിയാൽ 54 സീറ്റ് വരും. ഇപ്പോൾ 20 സീറ്റുള്ള കേരളത്തിൽ നിലവിലുള്ള സീറ്റുകൾ പുനഃക്രമീകരിച്ചാൽ 12 സീറ്റാവും. അല്ലാതെ 848 സീറ്റാക്കിയാൽ 20 സീറ്റിൽ തുടരും. ഇപ്പോൾ 28 സീറ്റുള്ള കർണാടകത്തിൽ നിലവിലുള്ള സീറ്റുകൾ പുനഃക്രമീകരിച്ചാൽ 26 സീറ്റാവും. അല്ലാതെ 848 സീറ്റാക്കിയാൽ 41 സീറ്റ് വരും. ഇപ്പോൾ 13 സീറ്റുള്ള പഞ്ചാബിൽ നിലവിലുള്ള സീറ്റുകൾ പുനഃക്രമീകരിച്ചാൽ 12 സീറ്റാകും. അല്ലാതെ 848 സീറ്റാക്കിയാൽ 18 സീറ്റ് വരും. ഇപ്പോൾ 4 സീറ്റുള്ള ഹിമാചലിൽ നിലവിലുള്ള സീറ്റുകൾ പുനഃക്രമീകരിച്ചാൽ 3 സീറ്റാവും. അല്ലാതെ 848 സീറ്റാക്കിയാൽ 4 സീറ്റിൽ തുടരും. ഇപ്പോൾ 5 സീറ്റുള്ള ഉത്തരാഖണ്ഡിൽ നിലവിലുള്ള സീറ്റുകൾ പുനഃക്രമീകരിച്ചാൽ 4 സീറ്റാവും. അല്ലാതെ 848 സീറ്റാക്കിയാൽ 7 സീറ്റ് വരും. ഭാരതത്തിന്റെ ഫെഡറൽ സന്തുലിതാവസ്ഥയിൽ വലിയ ചലനം ഉണ്ടാക്കുന്നതാവും ഈ മാറ്റം. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ കൂടോത്രം ബാധിക്കുന്നതായുള്ള വാർത്ത അടുത്ത കാലത്തുണ്ടായ വലിയ കൗതുക വാർത്തയായി. KPCC അധ്യക്ഷൻ K സുധാകരന്റെ കണ്ണൂരിലെ വീട്ടിൽ നിന്നും കൂടോത്ര വസ്തുക്കൾ കുഴിച്ചെടുക്കുന്ന 1.5 വർഷം പഴക്കമുള്ള വീഡിയോ പുറത്തു വന്നതാണ് വിഷയമായത്. മൺപാത്രങ്ങൾ, 20 ചെമ്പ് തകിടുകൾ, വിഗ്രഹ രൂപങ്ങൾ, ചെമ്പുപാത്രങ്ങൾ തുടങ്ങിയവ കണ്ടെടുക്കപ്പെട്ടു. സുധാകരന്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണം ഇതാണെന്നാണ് പ്രചരിപ്പിക്കപ്പെട്ടത്. സുധാകരന്റെ കണ്ണൂരിലെ വീട്, പേട്ടയിലെ വീട്, ഡൽഹിയിലെ വീട്, KPCC ഓഫീസ് എന്നിവിടങ്ങളിൽ നിന്നും ഇവ കണ്ടെടുത്തു. സാധനങ്ങൾ കുഴിച്ചെടുക്കുമ്പോൾ സുധാകരനും കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താനും തമ്മിൽ സംസാരിക്കുന്ന ശബ്ദം കേൾക്കാം. വളരെ കാലം മുമ്പ് നടന്ന സംഭവമാണ്. താൻ അതേക്കുറിച്ച് ഒന്നും പറയില്ല. ഉണ്ണിത്താന് അറിയാം. സുധാകരൻ പറഞ്ഞു മാറി. തനിക്കെതിരെ ആരും ഒന്നും ചെയ്യില്ല, അദ്ദേഹം പറഞ്ഞു. മുൻ KPCC അധ്യക്ഷൻ VM സുധീരന്റെ കുമാരപുരത്തെ വീട്ടിൽ 9 തവണ കൂടോത്ര വസ്തുക്കൾ കണ്ടെടുത്തു പോലും. കോൺഗ്രസുകാർ ഇപ്പോൾ കളിക്കുന്നത് കൂടോത്ര കളിയാണോ ആവോ? കർണാടകത്തിലെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ തന്നെ നശിപ്പിക്കുവാൻ കണ്ണൂരിൽ നടന്ന മൃഗബലിയെക്കുറിച്ച് ഏതാനും ദിവസം മുമ്പ് പറഞ്ഞതും ചേർത്ത് വായിക്കാം. സുധാകരന്റെ പുറത്താക്കപ്പെട്ട പേഴ്സണൽ സ്റ്റാഫ് അംഗമാണ് പിന്നിലെന്ന് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റഷ്യയുടെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ ദ അപ്പസ്തോൽ റഷ്യൻ പ്രസിഡന്റ് പുടിൻ സമ്മാനിച്ചു. റഷ്യയുടെ സർ ചക്രവർത്തി മഹാനായ പീറ്റർ ചക്രവർത്തി റഷ്യയുടെ കാവൽ വിശുദ്ധനായ വിശുദ്ധ അന്ത്രയോസിന്റെ പേരിൽ 1698 സ്ഥാപിച്ച ബഹുമതിയാണിത്.
കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് ഇല്ലാതാക്കി. പകരം ഹീറോ ഓഫ് റഷ്യൻ ഫെഡറേഷൻ എന്ന ബഹുമതി ഏർപ്പെടുത്തി. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ തകർച്ചയെ തുടർന്ന് 1998 ബഹുമതി പുനഃസ്ഥാപിച്ചു. ചക്രവർത്തിമാരുടെ കാലത്ത് 1917 വരെ 1000 പേർക്ക് ഈ ബഹുമതി കൊടുത്തു. 1998 ശേഷം അവാർഡ് ലഭിച്ചവരിൽ മിഖായേൽ ഗർബച്ചോവ്, സി ജിൻപിങ് എന്നിവർ ഉൾപ്പെടുന്നു. റഷ്യയോട് കാണിക്കുന്ന വിശ്വസ്തതയ്ക്കും കൂറിനുമാണ് ഈ അവാർഡ്. ഇൻഡോ റഷ്യൻ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള റഷ്യയുടെ താൽപര്യത്തിന്റെ അടയാളം കൂടിയാണ് ഈ സമ്മാനം. ഷീലോഹിന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.